ഒരു വീട് നിർമ്മിക്കാൻ വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ആർക്കിടെക്ട്? ഈ പറഞ്ഞ ഈ ഡ്രോയിങ് മിനിമം വേണ്ട കുറച്ച് സെറ്റ് ഓഫ് ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ചെയ്താലാണ് നമുക്ക് ഈ പറഞ്ഞ കറക്റ്റായിട്ട് ഫിനാൻഷ്യലി അത് ബഡ്ജറ്റിംഗ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. റോൺസൺ എടുത്തൊരു ക്ലയൻറ്റ് വന്നു. ആ ക്ലയൻറ്റിനോട് റോൺസൺ എങ്ങനെയാണ് റോൺസന്റെ ഫീസായിട്ട് പറയും? സോ A to Z ഓഫ് ദ പ്രൊജക്റ്റിൽ ഒരു ആർക്കിടെക്റ്റും ക്ലയൻറ്റും കൂടെ ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ബെസ്റ്റ് ഔട്ട്പുട്ടിൽ ആ ഡ്രീം പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു വീടിൻ്റെ വർക്ക്, ഒരു ഡിസൈനിങ് വർക്ക് കിട്ടുമ്പോൾ ആ ഡിസൈനിങ് വർക്കിനകത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾ കസ്റ്റമർക്ക് പാക്കേജ് ആയിട്ട് കൊടുക്കും? നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വീട് വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സുന്ദരമായ ടോപ്പിക് ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. അതായത് ഒരു വീട് നിർമ്മാണത്തിന് ആർക്കിടെക്റ്റിൻ്റെ ആവശ്യകത എന്താണ്? വീട് നിർമ്മിക്കുമ്പോൾ ആർക്കിടെക്റ്റ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റിംഗ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിനെ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്ത് വൃത്തിയായിട്ടൊരു വീട് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇതൊരു വല്ലാത്ത ടോപ്പിക്കാണ്. കാര്യം പല ആൾക്കാരും വിളിച്ചിട്ട് ആർക്കിടെക്റ്റ് ഇല്ലാതെ എനിക്ക് ഈ വീടിൻ്റെ ഡയമെൻഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലൊരു വീട് നിർമ്മിക്കാം എന്ന് പറയുന്ന ഒരു സിനാരിയോ ആണ് ഇന്നുള്ളത്. ഈ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട്, ഇതിൻ്റെ വ്യക്തമായിട്ട് ഉത്തരം തരാനായിട്ടാണ് ഇന്ന് നമ്മളുടെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ഇവിടെ എത്തിയിരിക്കുന്നത് ആർക്കിടെക്ട് റോൺസൺ ആണ്. അദ്ദേഹം എൻ്റെ സുഹൃത്തും സഹോദരനുമാണ്. അദ്ദേഹത്തിൻ്റെ ഹിറ്റ് വീഡിയോ വീട് ബൈ വിഷ്ണു വിജയൻ ചാനലിൽ ഓൾറെഡി വീണിട്ടുണ്ട്. ഒരുപാട് നല്ല കോൺസെപ്റ്റുകളുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഇദ്ദേഹം. ഒപ്പം ആർക്കിടെക്ചർ BRക്കും MRക്കും പാസ്സായിട്ടുള്ള ഒരു ആളാണ്. ഒരു ടീച്ചർ കൂടിയാണ്. ആർക്കിടെക്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ടീച്ചർ കൂടിയാണ്. വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ. താങ്ക് യു സോ മച്ച്. എന്താണ് പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെ ഓട്ടം തന്നെ, ഓട്ടത്തോടെ പോകുന്നു. ഓട്ടത്തോടോട്ടം. റോൺസനെ, അതെ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഫോണിൽ വിളിച്ചിട്ട് നമ്മളുടെ വീഡിയോ കണ്ടിട്ട്, അതായത് വീടുകളുടെ വീഡിയോ കണ്ടിട്ട്, സാറേ ഈ വീടിൻ്റെ എന്താ പറയുക ഡ്രോയിങ് എനിക്ക് തരാമോ, ആ വീടിൻ്റെ ഡ്രോയിങ് ഇതിന് എത്രയാണ് ബഡ്ജറ്റ്? ഈ ബഡ്ജറ്റുകൾ നമ്മൾ വീടിൻ്റെ ബഡ്ജറ്റുകൾ നമ്മുടെ വീഡിയോ കൊടുക്കുന്നതൊക്കെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. വീട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോസ്റ്റ് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ എത്ര ആണെന്നും ലാൻഡ്സ്കേപ്പ് എത്ര ആണെന്നും ഓരോ കണ്ടീഷനിൽ എത്ര കോസ്റ്റ് ആണെന്നും വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വീട് നിർമ്മിക്കാൻ വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ആർക്കിടെക്ട്? വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആർക്കിടെക്റ്റിന് പറയുമ്പോൾ ശരിക്കും ഒരു 1 point കോണ്ടാക്റ്റ് ആണ് ആർക്കിടെക്റ്റിന് പറയുന്ന ഒരു വ്യക്തി. ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. ആ സ്വപ്നം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റിനാണ് ശരിക്കും. കാരണം എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം എന്നുള്ള ഒരു കോൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും എന്നൊരു ക്ലയൻറ്റിനെല്ലാം കൂടി ചിന്തിക്കാൻ അറിയണമെന്നില്ല. അപ്പോൾ ആ ഫീൽഡിൽ ടെക്നിക്കലി എക്സ്പീരിയൻസ്ഡും എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിന് ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കും. സോ ഒരു ആർക്കിടെക്റ്റിലോട്ട് വരുമ്പോഴാണ് എവിടെയൊക്കെ ചിലവ് വരാം, എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാം, എവിടെയൊക്കെ കട്ട് ചെയ്യാം, എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് തുടങ്ങിയ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കും അഡ്വൈസ് ചെയ്യുക. സോ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ആർക്കിടെക്റ്റിന് പറയുമ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ പ്രതിനിധിയാണ്. അത് ക്ലയന്റ് ഒരു സ്വപ്നം കാണുന്നത് കൂടെ സ്വപ്നം കാണുന്ന ഒരാളാണ് ആർക്കിടെക്റ്റിന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കൊരു വീട് വെക്കാനൊരു സ്വപ്നം. ആ വീട് വെക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പേരൻസ്, ഇങ്ങനെ അടങ്ങുന്ന ഈ കുടുംബത്തിൽ എൻ്റെ പേരൻസ് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നു, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വീട്ടിൻ്റെ ആ കുടുംബത്തിൻ്റെ ഫ്ലോ ചാർട്ട് ഞാനൊരു ആർക്കിടെക്റ്റിനോട് പറയുമ്പോൾ എനിക്ക് ഇന്ന ആവശ്യങ്ങളാണ് എൻ്റെ സ്വപ്ന സുന്ദര ഭവനത്തിൽ വേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു സാധനം ഞാൻ പറയുമ്പോൾ അതാണ് ആർക്കിടെക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തരുന്നത് അല്ലേ? അതെ, അതൊരു ചെറിയ ടാസ്ക് ആണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മൾ എന്തുമാത്രം ഫ്ലെക്സിബിൾ ആവുന്നു എന്നുള്ളതാണ് അതിലൊരു കാര്യം. കാരണം ഇപ്പം വരുന്ന എല്ലാ ക്ലയൻസും നോക്കിയാൽ ഇപ്പോൾ ഒരു വീട് വെക്കുന്ന ക്ലയൻസിന് ഒരു 3 bedroom അല്ലെങ്കിൽ 4 bedroom ആയിരിക്കും ഒരു മേജർ ഒരു പെർസെൻറ്റേജ് വരുന്ന ക്ലയൻസിൻ്റെ ഇൻട്രസ്റ്റ്. അതിനെ എങ്ങനെ അവരുടെ സ്വപ്നം നമ്മൾ മനസ്സിലാക്കുന്നു, അത് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴും സൈറ്റിൽ നിന്ന് ഫേസ് ടു ഫേസ് തന്നെ ചെയ്യണം. അത് പലയിടത്തും നടക്കുന്നില്ല. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് നമ്മൾ സംസാരിച്ച്, അവിടെ ഓരോ സൈറ്റിനും ഓരോ പ്രത്യേകതകൾ കാണും. അത് എന്തുമാത്രം നമ്മൾ അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പം ക്ലയൻറ്റ് ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. അപ്പം നമ്മളാണ് ശരിക്കും പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് ക്ലയൻറ്റിന് കൊടുക്കുക. അതിപ്പോൾ ഒരു ആർക്കിടെക്റ്റാണ്
ക്ലയൻറ്റിന് അഡ്വൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എവിടെ തുടങ്ങണം, എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഈ ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡിസ്കഷൻസും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു ആർക്കിടെക്റ്റും ക്ലയൻറ്റും കൂടി ചേർന്നായിരിക്കും. സാറേ, എൻ്റെ കയ്യിൽ 30 ലക്ഷം രൂപയുണ്ട്, എനിക്ക് ഒരു വീട് വെക്കണം. ആ വീട്ടിനകത്ത് എനിക്ക് ലിവിങ് വേണം, ഡൈനിങ് വേണം, കിച്ചൺ വേണം, എനിക്ക് 3 ബെഡ്റൂം വേണം, വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് വേണം, സിറ്റ് ഔട്ട് വേണം എന്ന് പറഞ്ഞു വരുന്ന ഒരു ക്ലയൻറ്റിനോട് ഒരു ആർക്കിടെക്ട് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് താങ്കൾ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ പല ക്ലയൻസ് ഈ പറഞ്ഞ രീതിയിൽ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ പറയുന്നത്, ഇപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ ഇപ്പോൾ പലയിടത്തും വരുന്നൊരു മിസ്റ്റേക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തില്ല. അപ്പോൾ പലയിടത്തും വരുന്ന നമുക്ക് കണ്ടിട്ടുള്ളത് സ്ട്രക്ചറിൽ കൊണ്ട് കുറേ കോസ്റ്റ് പലരും കളയും, അവസാനം ഇൻറ്റീരിയർ ചെയ്യാൻ കാശ് കാണത്തില്ല, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ. കാരണം ഫൈനൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഇൻറ്റീരിയറും കൂടി ചെയ്ത് വന്നാലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പല പ്രൊജക്റ്റിലും അവസാനം പണി തുടങ്ങി തീരാറാകുമ്പോഴത്തേനും ഡ്രെയിൻ ഔട്ടോ, പിന്നെ ആ ക്ലയൻറ്റിന് എങ്ങനെയെങ്കിലും കയറി താമസിച്ചാൽ മതിയെന്നാണ്. പക്ഷേ അവസാനം നമുക്ക് കിട്ടേണ്ട ആഗ്രഹം സഫലമാവുന്നുണ്ടോ അതുമില്ല, പിന്നെ എങ്ങനെയെങ്കിലും ഒരു മേൽക്കൂര എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു അപ്പം എവിടെ നമ്മൾ ചിലവാക്കണം അല്ലെങ്കിൽ എവിടെ എങ്ങനെ ചിലവാക്കണം, അപ്പോൾ ഓരോരുത്തരും സ്പ്ലിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുക. അതിന് ഏതൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ക്ലയൻസിനോടും പറയുന്നത്, നമ്മൾ ഓരോ സ്റ്റേജിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ക്ലിയർലി പ്ലാൻ ചെയ്തിട്ടേ തുടങ്ങാവൂ. അതിന് ഒരു പേപ്പറിലുള്ള ഒരു ഡ്രോയിങ് കൊണ്ട് മാത്രം ഒരിക്കലും നടക്കത്തില്ല. പിന്നെ ഈ പറയുന്ന സംഭവം ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾ ആദ്യമായിട്ട് ചിന്തിക്കുമ്പോൾ അയാളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ വീടിന്റെ ഡിസൈനിൽ എടുക്കേണ്ട സമയ കാലയളവ് തന്നെയാണ്. എക്സാക്ട്ലി അല്ലേ? ആ ഒരു വീടിനെ പറ്റിയുള്ള അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു, ഇനി ആ ആവശ്യങ്ങൾ വരച്ച് ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇട്ടിട്ട് ആ വീട് നിർമ്മിച്ചിട്ട് ആ വീടിന്റെ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട് ശരിക്കും സമയമെടുക്കും. ആൾക്കാർ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. ഇല്ല, അതാണ് വരുന്ന മെയിൻ. കാരണം എൻ്റെ അടുത്തൊരു 10 അല്ലെങ്കിൽ 1 വർഷം നടക്കുന്നതിൻ്റെ ബേസും എൻ്റെ തിങ് ഈ ഡ്രോയിങ്സ് ആണ്. അതിന് പലരും സമയം എങ്ങനെയെങ്കിലും തുടങ്ങണം, അല്ലെങ്കിൽ സമയം 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ കല്ലിടണം എന്നാണ് പലരും ചിന്തിച്ചത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചിന്തിച്ച് ഫൈനലൈസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇനീഷ്യലി അതിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനും അത് പണിയാനുള്ള ഡ്രോയിങ്ങുകളുമാണ്. എന്നാലാണ് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ എങ്ങനെ നമുക്ക് ആ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം. ഈ പറഞ്ഞ ഈ ഡ്രോയിങ് മിനിമം വേണ്ട കുറച്ച് സെറ്റ് ഓഫ് ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ചെയ്താലാണ് നമുക്ക് ഈ പറഞ്ഞ കറക്റ്റായിട്ട് ഫിനാൻഷ്യലി അത് ബഡ്ജറ്റിംഗ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പം റോൺസൺ പറഞ്ഞല്ലോ, ആദ്യമേ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടാവും, ഒന്നിൽ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പൈസ ഉണ്ടാവും, ഈ പൈസ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു എമൗണ്ട് വീട് നിർമ്മിക്കാനുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വീട് പണി തുടങ്ങണം. വീട് പണി തുടങ്ങുന്നിടത്താണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെ പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് വീട് വെക്കാനായിട്ട് പോകുമ്പോൾ ആ സ്ഥലത്തിനൊരു പ്രശ്നം ഉണ്ടാവും. ആ സ്ഥലത്തിൽ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം ഡയറക്റ്റ് ഒരു ആർക്കിടെക്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു കോൺട്രാക്ടറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഒരു കോൺട്രാക്ടറിലേക്ക് വർക്ക് പോകുന്ന സമയത്ത് അയാളുടെ രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിനെ പറയും. അതായത് വലിയ വിഷയം തന്നെയല്ലേ ശരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഇതിന് പ്രോപ്പർ ഒരു അഡ്വൈസ് കിട്ടാത്തതാണ് മെയിൻ. കാരണം അവസാനം നോക്കിയാൽ എല്ലാ ക്ലയൻസും സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടൊക്കെ സെയിം ആയിരിക്കും ഈ നോക്കുവാണെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ എവിടെ നമ്മൾ റൈറ്റായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മളൊരു സൈറ്റ് കണ്ടു, കോൺട്രാക്ടർ എന്ന വ്യക്തി അത് പണിയാനുള്ള ആളാണ്, അത് ഡിസൈൻ ചെയ്യാനുള്ള ആളല്ല. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ലയൻസിനോടും നമ്മൾ പറയുന്നൊരു കാര്യം, ഒരു കോൺട്രാക്ടറായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കണ്ട് ഒരുപോലെ ഇരിക്കും നമ്മുടെ നാട്ടിൽ. ചിലപ്പോൾ 2 പില്ലർ ചാടി വരും, അല്ലെങ്കിൽ 2 പില്ലർ പേസ്. അത് അവരുടെ എക്സ്പീരിയൻസ്, അവർ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, അത് അവരുടെ ജോബ് അതല്ല. പക്ഷേ അവർക്ക് വേണമെങ്കിലും ചെയ്യാം, അതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ ബഡ്ജറ്റിങ്ങും അതിൻ്റെ ഡിസൈനും, അതിപ്പോൾ ഏതൊരു ആർക്കിടെക്ട് ഇൻവോൾവ് ആവുകയാണെങ്കിലും ആ ആർക്കിടെക്റ്റിനായിട്ടുള്ളൊരു ടച്ചും യൂണീക്നെസ് ആ പ്രൊജക്റ്റിന് വരും. ഒരു വീടിൻ്റെ വർക്ക്, ഒരു ഡിസൈനിങ് വർക്ക് കിട്ടുമ്പോൾ ആ ഡിസൈനിങ് വർക്കിനകത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾ കസ്റ്റമർക്ക് പാക്കേജായിട്ട് കൊടുക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യം പ്ലാൻ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സൈറ്റ് കാണും. ഏതൊരു പ്രൊജക്റ്റ് ആയാലും സ്ഥലം കണ്ടിട്ട് വരച്ച് തുടങ്ങാവും. ശരിക്കും നമ്മളിപ്പോൾ നോക്കി നമുക്ക് ഓൺലൈനിലൊക്കെ പലരും പറയും ഇത്ര എമൗണ്ട് നമ്മൾ തീർത്ത് തരുന്നു അല്ലെങ്കിൽ ഇതിന് എല്ലാം റെപ്ലിക്കാസ് ആയിരിക്കും. പക്ഷേ അത് ഒരിക്കലും ഒരു ക്ലയൻറ്റിന് 100% ഫിറ്റിനാവുന്ന കാര്യമല്ല. പിന്നെ പ്ലാനിൽ കാണുന്ന പോലല്ല അത് പണിത്. അപ്പം നമ്മൾ ഈ പ്ലാൻ കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റേജിൽ പറഞ്ഞാൽ അതിൻ്റെ 3D വിഷ്വലൈസേഷൻ. സോ ബിൽഡിംഗ്, കാരണം ഒരേ പ്ലാൻ വെച്ച് നമുക്കൊരു n നമ്പർ ഓഫ് ഡിസൈൻസ് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ക്ലയൻറ്റിന് വേണ്ട ഇൻട്രസ്റ്റ് പ്രകാരം ആ സ്ഥലത്തിന് യോജ്യമായിട്ട് എങ്ങനെ ആ ഡിസൈൻ നമുക്ക് ചെയ്യാം. അപ്പോൾ പ്ലാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ പ്ലാൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു 2-3 റിവിഷൻ കൊണ്ടൊക്കെ ആയിരിക്കും പ്ലാൻ ഫൈനലൈസ് ആവുക. ഈ പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ 3D വിഷ്വലൈസേഷനിലോട്ട് കയറുക. സോ പണിത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ള റിയലിസ്റ്റിക്കലി നമുക്ക് ചെയ്ത് കാണാം. കാരണം പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. കാരണം ആൾക്കാർക്ക് പ്ലാൻ മതി, എങ്ങനെയും ഒരു മേൽക്കൂര മതി എന്നാണ് പണ്ട് ചിന്തിക്കുക. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം അതല്ല. നമ്മൾ പണിയുന്ന വീട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, എൻ്റെ സ്വപ്നം പോലെ ഇരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും.
അപ്പോൾ അതിനുവേണ്ടി ഈ പറഞ്ഞ ഇതെല്ലാം എങ്ങനെ ഇരിക്കുന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കും. അതിൻ്റെ അകത്തും ചിലപ്പം ഈ പറഞ്ഞ 2-3 പ്രാവശ്യമൊക്കെ റിവിഷനൊക്കെ കാണും. പക്ഷേ പ്ലാനും അതിൻ്റെ ഈ 3D വിഷ്വലൈസേഷനും ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ബിൽഡിംഗ്. ഇനി അതിനെ നമുക്ക് പ്രായോഗികമാക്കാനുള്ള കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സിലോട്ടാണ് കയറേണ്ടത്. എന്നാലാണ് നമുക്കതിൻ്റെ എസ്റ്റിമേറ്റിംഗ് പാർട്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കൺസ്ട്രക്ഷൻ ഡ്രോയിങ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അതിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ പ്ലംബിംഗ് ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്യും. ഈ പറയുന്ന ഡ്രോയിങ്സ് എല്ലാം ഓൾറെഡി ഒരു ആർക്കിടെക്റ്റ് ആ വീടിന് വേണ്ട ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, അതായത് അതിൻ്റെ അവസാനം വരെ ഇൻറ്റീരിയറിൻ്റെ പാർട്ട് വരെ ഉള്ള ഡ്രോയിങ് ആ ആർക്കിടെക്റ്റ് കണ്ടിട്ടാണ് ഒരു വീടിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള വാർഡ്രോബ്, ബെഡ് കോട്ട്, ടേബിള്, ഇതിൻ്റെ പൊസിഷൻ, ഈവൻ ടൈൽ വിരിക്കുന്ന വരെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ സ്പേസ് നമ്മൾ ഈ വരയ്ക്കുമ്പോഴത്തേന്. അപ്പോൾ ടൈൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച് വരയ്ക്കേണ്ട ഇമ്പോർട്ടൻസ് പറയാൻ നാളെ ടൈൽ വിരിച്ചു വരുമ്പോൾ കയറെടുത്തുകൊണ്ട് ഒരു കട്ട് പീസ് വരാൻ പാടില്ല. അപ്പോൾ അതുൾപ്പെടെ നമ്മൾ ചിന്തിക്കണം ശരിക്കും. കട്ടിൽ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ 2 വിൻഡോ 2 സൈഡിൽ കൊടുക്കുക, ഇടുക. നാളെ ഒരു 6 മാസം കട്ടിൽ ഇവിടെ ഇട്ടാൽ അടുത്ത 6 മാസം കട്ടിൽ അപ്പുറത്തായിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെ അല്ലല്ലോ, എല്ലാം നമ്മൾ ആദ്യമേ പ്ലാൻഡ് ആണ്. സോ കട്ടിൽ ഇന്ന പൊസിഷൻ ഇട്ടാൽ പിന്നെ അവിടുന്ന് അത് മാറത്തില്ല. അതനുസരിച്ചാണ് വാർഡ്രോബിൻ്റെ പൊസിഷൻ എല്ലാം കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇതും ശരിക്കും ഒരു മിഡിൽ സ്റ്റേജിൽ വരുന്നതാണ് പറയാം. കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ് ആണ് പ്രധാനം. കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിൽ കാണുന്ന പോലെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് ഒരു 3000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഇപ്പോൾ ഡിസൈൻ എങ്ങനെ ആയിക്കോട്ടെ, ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് അങ്ങനെയാണ് നമുക്ക് എന്ത് റേറ്റിന് ചെയ്യാൻ പറ്റും, എന്താവും അറിയണമെങ്കിൽ അതിൻ്റെ കുറച്ച് കൺസ്ട്രക്ഷൻ ഫൗണ്ടേഷൻ, അപ്പോൾ ഡിസൈൻ പ്രകാരം എത്ര പില്ലർ വേണം, എവിടെയൊക്കെ ബീം വേണം, എവിടെയെങ്കിലൊക്കെ ബീമിൻ്റെ സൈസ് കൂടുതൽ വേണോ, അപ്പോൾ ആ ബീമിന് ഇടുന്ന കമ്പികളുടെ ഡീറ്റെയിൽസ്, ഫൗണ്ടേഷൻ ഇടുന്ന കമ്പികളുടെ ഡീറ്റെയിൽസ്, ലിൻഡല്, സ്ലാബ്, ഈ പറഞ്ഞ ഇതിനൊക്കെ കമ്പികളുടെ സ്പേസ്, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ടൊരു 100% ആക്യുറേറ്റ് ഒരു എസ്റ്റിമേറ്റ് BOQ വെച്ച് എടുക്കാൻ പറ്റുക. എന്നാലാണ് അത് കഴിയുമ്പോഴാണ് ആ വീടിന്റെ കോസ്റ്റ് ഫൈൽ ആവുക. എക്സാക്ട്ലി. അല്ലാതെ ആദ്യമേ വന്നിട്ട് ഇപ്പം എനിക്ക് കാർ വേണം, എനിക്ക് ഏത് കാർ വേണം എന്നുള്ളതല്ലാതെ എനിക്കൊരു കാർ വേണം എന്ന് പറഞ്ഞാൽ ആ കാറിന്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറയുന്ന പോലാണ് വീട് യുണീക്കാണ്. ആ യുണീക്കായിട്ടുള്ള വീട് നിർമ്മിക്കാൻ എപ്പോഴും നമ്മൾ നിങ്ങളെ പോലെയുള്ള ആർക്കിടെക്ട്സിന്റെ സപ്പോർട്ടോടുകൂടി, ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ ഫ്രം ദ ബോട്ടം ടു എൻഡ് വരെയുള്ള കാര്യം പ്ലാൻ ചെയ്തിട്ട് അതാണ് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പം എല്ലാവർക്കും വരുന്ന ഒരു വലിയ വിഷയമുണ്ട്, ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഡിസൈൻ മാറ്റും. അതെ, അതായത് ലൈക്ക് നമ്മൾ ക്ലിയർലി അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ ആദ്യമേ പ്ലാൻ ഫ്രീസ് ചെയ്തിട്ടേ നമ്മൾ അടുത്ത് ഓരോ സ്റ്റെപ്സ് ആണല്ലോ. പ്ലാൻ ഫ്രീസ് ചെയ്യുന്നു, അടുത്ത 3D വിഷ്വലൈസേഷൻ, അതിനും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഫ്രീ. എന്നിട്ടേ നമ്മൾ അടുത്ത സ്ട്രക്ചറൽ ഡ്രോയിങ്ങിലോട്ട് കയറത്തുള്ളൂ. ഈ സ്ട്രക്ചറൽ ഡ്രോയിങ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡ്രോയിങ് കൂടെ കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പൊതുവെ നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്ലാൻ കഴിഞ്ഞു, പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും പറയും ഇത്ര എമൗണ്ട് ഞാനിത് ചെയ്തു തരാം. പക്ഷേ ആ ഡിസൈനിൽ വരുന്ന എലമെൻസോ മെറ്റീരിയൽസോ അതിൻ്റെ റേഷ്യോസ് എല്ലാത്തിനും ഓരോ കണക്കുണ്ട്. കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നൊരു കണക്കുണ്ട്, പ്ലാസ്റ്റർ ചെയ്യുന്നൊരു കണക്കുണ്ട്, കമ്പി ഇടുന്നതിനൊരു കണക്കുണ്ട്. ഇതെല്ലാം ആ കോൺട്രാക്ടറായിട്ടൊരു വ്യക്തി അവരുടെ ഊഹത്തിന് അങ്ങ് പറയുകയാണ്. അപ്പോൾ അത് ക്ലയൻറ്റ് മനസ്സിലായി. അപ്പോൾ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ചിലർ പറയും ഇന്ന ആൾ പറഞ്ഞു ഇന്ന റേറ്റിന് ചെയ്തു തരാം. അതിനകത്ത് പല സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മളെ ഡിസൈൻ പ്രകാരം ചിലപ്പം എല്ലായിടത്തും വരുന്ന സ്ലാബ് ഒരേ തിക്നെസ് ആവണമെന്നില്ല. അത് ഡിസൈൻ അനുസരിച്ച് സ്ലാബിനെ കനം മാറും, കമ്പി മാറും, കമ്പിയുടെ സൈസ് മാറും, അതിൻ്റെ സ്പേസിങ് മാറും. അപ്പം നാട്ടിൽ നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ടറുടെ വ്യക്തി ഒരു ഊഹത്തിന് അവിടെ ഒരു പില്ലർ ഇരിക്കട്ടെ, ഇവിടെ ഒരു പില്ലർ ഇരിക്കട്ടെ. അവസാനം വരുമ്പോൾ കോസ്റ്റ് കൂടുകയും ചെയ്യും. നമ്മളെപ്പോലെ ഒരു ആർക്കിടെക്ട് ഇൻവോൾവ് ആവാത്തപ്പോൾ ഈ കോസ്റ്റ് ഫാക്ടർ അപ്പം ക്ലയൻറ്റ് നോക്കുമ്പോൾ 2 പില്ലർ കൂടി കുറച്ചുകൂടി സ്ട്രെങ്ത് അല്ലേ. പക്ഷേ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തിട്ട് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഗുണമില്ല ശരിക്കും. അപ്പോൾ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ദ റൈറ്റ് തിങ്, ലോഡും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ടത് കറക്റ്റ് പ്ലാൻ ചെയ്താൽ കോസ്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പ്ലാൻ ചെയ്യാം. ഇതിനകത്ത് പല ക്ലയൻസും മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ ഇപ്പം ഒരു കോൺട്രാക്ടിനടുത്ത് പോകുമ്പോൾ പുള്ളിയുടെ ഒരു ഊഹത്തിനാണ് അവിടെ പില്ലർ ഇരിക്കട്ടെ, ഇവിടെ പില്ലർ ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പില്ലർ കുറഞ്ഞാൽ തന്നെ നമുക്കൊരു 20,000 to 30,000 rupees വരെ കട്ട് ചെയ്യാൻ മിനിമം പറ്റും. പക്ഷേ അത് പലരും മനസ്സിലാക്കുക. ആ ഒരു എക്സ്പെൻസേ കാണത്തുള്ളൂ ശരിക്കും നമുക്ക് ആ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി. അത് ചെയ്യുമ്പോഴത്തേന് എല്ലാം കൺട്രോൾഡായിട്ട് നമുക്കത് മുമ്പോട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് അല്ലേ, പ്ലംബിംഗ് വർക്ക് വരുമ്പോഴും ഈ പറയുന്ന ഡ്രോയിങ് പ്രകാരമാണ് എത്ര സ്വിച്ച് വരണം, അതെല്ലാം ഒരു ഇലക്ട്രീഷ്യന് നമുക്ക് മെറ്റീരിയൽസ് കോട്ട് ചെയ്യാൻ പറ്റും. പ്ലംബറിനായാലും ടൈലായാലും ടൈലിൻ്റെ ഏരിയ ഉൾപ്പെടെ നമ്മളാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഊഹത്തിന് ഒരു സ്ക്വയർ ഫീറ്റ് എടുക്കും, പല വേസ്റ്റേജ് കാണും, അല്ലെങ്കിൽ പെൻ ഷോർട്ടേജ് കാണും. ഈവൻ ആ ടൈൽ എടുക്കുന്ന ഷോപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ഒരു ആർക്കിടെക്ചർ ഓഫീസായിരിക്കും, അല്ല ആർക്കിടെക്റ്റ് ആയിരിക്കും. ഈ ആർക്കിടെക്റ്റിന് ഒരു വ്യക്തി ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, ടൈൽ സെലക്ഷന്, പ്ലംബിങ് ഇതിലെല്ലാം ഇൻവോൾവ് ആയിരിക്കും. സോ A to Z ഓഫ് ദ പ്രൊജക്റ്റിൽ ഒരു ആർക്കിടെക്റ്റും ക്ലയൻറ്റും കൂടെ ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ
നമുക്കൊരു ബെസ്റ്റ് ഔട്ട്പുട്ടിൽ ആ ഡ്രീം പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വലിയ കാര്യം വിട്ടുപോയി, ഒരു വീടിന്റെ ഇന്റീരിയറിനകത്ത് കിച്ചണിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിന്റെ സൈസ് വരെ ആർക്കിടെക്റ്റാണ് നിർണ്ണയിക്കുന്നത്. എക്സാക്ട്ലി, അത് ആദ്യമേ പ്ലാൻ ചെയ്താണ് നമ്മൾ ആ സ്ലാബും കാര്യങ്ങളും എല്ലാം പ്ലാൻ, ഈവൻ ഇന്റീരിയർ ഫർണിഷിംഗ് ഉൾപ്പെടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ നടക്കുന്ന ഒരു ഏരിയ ഇന്റീരിയർ ഫർണിഷിംഗ് ആണ്. കാരണം ഫൈനലി ഇതെല്ലാം ഫിനിഷ് ചെയ്ത് വന്നാൽ എല്ലാ മെറ്റീരിയലും കണ്ട ഒരുപോലെയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ബോർഡ് എന്താണെന്ന് ക്ലയൻറ്റിന് മനസ്സിലാവുന്നില്ല, അറിയത്തില്ല. അപ്പം നമുക്കതിന് പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാം. ഓരോ മെറ്റീരിയലിന് ഉള്ള ഇഷ്യൂസ് എന്താണ്, അതിൻ്റെ പ്ലസ് എന്താണ്, മൈനസ് എന്താണ്, നമുക്ക് പ്രോപ്പർലി അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി നിർണ്ണയിക്കാനായിട്ട് ഏറ്റവും പ്രധാന മാർഗം, നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ പ്രോപ്പർ ആണോ എന്നൊരു ക്ലയൻറ്റിന് സംശയം ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച, ഫോർ എക്സാമ്പിൾ ഇപ്പം ട്യൂബിനകത്ത് APL അപ്പോളോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ട്യൂബാണ്, ഇപ്പോൾ പ്ലൈവുഡിനകത്ത് ഇന്ന ഒരു ബ്രാൻഡ് പ്ലൈവുഡാണ്, അത് ഇപ്പോൾ 710 ഗ്രേഡുള്ള പ്ലൈവുഡാണ് എന്ന് അറിയണമെങ്കിൽ ആ കമ്പനിക്കാരൻ ആ 710 എന്ന് പറയുന്ന ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്ലയന്റ് കൺവിൻസ്ഡ് ആവും. ആ ഒരു സംവിധാനം ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ ക്വാളിറ്റി നിർണ്ണയിക്കാൻ വലിയ പാടൊന്നുമില്ല, ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താൽ മതി. ഇതിനകത്ത് ഈ പറയുന്ന ബീംസ് മാത്രമല്ല, നമ്മൾ കട്ട, ഏത് കട്ട യൂസ് ചെയ്യുന്നു, ചുടുകട്ട യൂസ് ചെയ്യുന്നു, ഇവൻ ആ കട്ടയുടെ പ്ലാസ്റ്ററിങ്, അല്ലെങ്കിൽ മറ്റേ ഇപ്പം വന്നിട്ടുള്ള മാർക്കറ്റിൽ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സിമെന്റ് ബ്ലോക്സ് ഉണ്ട്, ഇന്റർലോക്ക് ബ്രിക്ക് ഉണ്ട്, ഇഷ്ടിക ഉണ്ട്, അങ്ങനെ ഒരുപാട് കട്ടയുണ്ട്. അപ്പൊ ആ കട്ടയുടെ എത്രയാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായ സംഭവം, കോസ്റ്റിംഗ് കുറയ്ക്കാനായിട്ട്, അതായത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വർക്കിൻ്റെ സ്പാൻ, അതായത് ഒരു വീട് നിർമ്മിക്കും. ഇപ്പോൾ നമ്മളൊരു വീട് വെച്ചല്ലോ, നമ്മുടെ മാത്തുക്കുട്ടി സാറിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട് വെച്ചതിനകത്ത് വന്നേക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, 6 months നമ്മൾ ആ വീടിൻ്റെ പണി ഓൾമോസ്റ്റ് ടൈം വർക്കിലേക്ക് എത്തിച്ചിരിക്കുക. ആ ഒരു അഡ്വാൻറ്റേജ് വരെ എത്താൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു വർക്കിന്റെ സ്പീഡ് എത്രത്തോളം കൂട്ടാൻ പറ്റുന്നതാണ്, അതിന്റെ ആ ഒരു ആക്യുറസി കൂട്ടുന്നത്, അതിന്റെ ഒരു കോസ്റ്റിനെ കുറയ്ക്കാൻ പറ്റുന്നത്, അല്ലേ? അത് ഭയങ്കര ഫാക്ടറാണ്. ഡെഫിനറ്റ്ലി അത് ശരിക്കും ഈ പറഞ്ഞ പ്രൊജക്റ്റ്. അപ്പോൾ അതിനാണ് തുടക്കം മുതൽ ആ പ്ലാനിങ് ആണ് മെയിൻലി വേണ്ടത്. അല്ലാതെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി നമുക്ക് നോക്കാം എന്ന് പറയുന്ന അർത്ഥമില്ല. സോ എവിടെ എന്ത് ചെയ്യണം, ഏത് സ്റ്റെപ്പിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അതിനെ പ്ലാൻ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സാധാരണക്കാരൻ അയാൾക്ക് ആർക്കിടെക്റ്റ് പ്ലസ് കോൺട്രാക്ടർ എന്ന് പറയുന്ന ഈ രണ്ട് സംഭവങ്ങളെയും ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്ക് നമ്മൾ ഏത് രീതിയിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കഴിയും? അല്ല, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ വീടിന് ശരിക്കും കോൺട്രാക്ടർ എന്ന വ്യക്തി ഇല്ലാതും പലർക്കും നാട്ടിൽ വീട്ട് ചെയ്യാം, ലേബറിന് നമുക്ക് വർക്കേഴ്സിനെ വിളിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് അതിൻ്റെ ക്വാളിറ്റിയെ കാണത്തുള്ളൂ. കോൺട്രാക്ടറുകൾ ഇൻവോൾവ് ആകുമ്പോൾ അവരുടെയും കാണും. പക്ഷേ കോൺട്രാക്ടർ ഇല്ലെങ്കിലും ഈ ആർക്കിടെക്റ്റായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുന്ന ഡ്രോയിങ്സ് പഠിച്ചാൽ ലേബേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതാണ് അപ്പം, കാരണം ഈ എല്ലാത്തിനും ഇത് വർക്ക് ചെയ്യണം. നാളെ ക്ലയൻറ്റിന് ഇത് ശരിയാണോ തെറ്റാണോ ചെയ്യുന്നത് എന്ന് ടെക്നിക്കലി ക്ലയൻറ്റിന് അതിൽ എക്സ്പെർട്ടൈസ് കാണത്തില്ല. നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമുക്കറിയാം ഇത് ചെയ്തേക്കുന്നത് ശരിയാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സൈഡിന് ഓരോ സൈറ്റ് വിസിറ്റും സൂപ്പർവിഷനും എല്ലാം കാണും. സോ പണിക്കാർക്ക് ചിലപ്പോൾ അത് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ, കാരണം അതിന് ശേഷം വരുന്ന വർക്ക് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. നമ്മൾ ഒരു ആർക്കിടെക്ട് ഇൻവോൾവ് ആകുമ്പോഴത്തേനും തുടക്കം മുതൽ തീരുമ്പോൾ വരെ ഉള്ള എല്ലാ വർക്കും നമ്മൾ ചിന്തിച്ചിട്ടാണ് അതിലോട്ട് വരിക. സോ ആ ഒരു പ്ലാനിങ് ചെയ്യാനുള്ള ആളാണ് ആർക്കിടെക്റ്റിന് പറയുന്നത്. അപ്പം റോൺസനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം റോൺസൺ എടുത്തോട്ടൊരു ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റിനോട് റോൺസൺ എങ്ങനെയാണ് റോൺസന്റെ ഫീസായിട്ട് പറയുന്നത്? അതായത് രണ്ട് രീതിയിലാണല്ലോ, ഒന്ന് ഡിസൈനിങ്ങും അതിൻ്റെ 3Dയും പ്ലസ് ത്രൂ ഔട്ട് സൂപ്പർവിഷനും. ഇങ്ങനെ ഈ രണ്ട് ഘട്ടമാണ്. ചിലർക്ക് ഡിസൈനിങ്ങും ഇത് മാത്രം മതി, ചിലർക്ക് ത്രൂ ഔട്ട് സൂപ്പർവിഷൻ ഉൾപ്പെടെയുള്ള ആർക്കിടെക്റ്റിൻ്റെ അസോസിയേഷൻ വേണം. അപ്പോൾ ഇതിനെ രണ്ടിൻ്റെ ഒരു കോസ്റ്റിംഗ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് എങ്ങനെ? ഏകദേശം ഒരു ക്ലയൻറ്റിന് എത്ര കോസ്റ്റ് വരുമായിരിക്കും? അങ്ങനെ നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഓരോ ആർക്കിടെക്ട്സും അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഇൻവോൾവ്മെൻറ്റും അനുസരിച്ച് പല രീതിയിലാണ് അതിൻ്റെ ചാർജിങ് വരിക. ചിലർ പെർസെൻറ്റേജ് പറയാറുണ്ട്, ചിലർ സ്ക്വയർ ഫീറ്റ് പറയാറുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേന് എന്തുമാത്രം സർവീസുകൾ നമ്മളിന് വേണം. സോ നമ്മളോട്ട് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ ഓപ്ഷൻസാണ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം, അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ സർവീസുകൾ വേണം എന്നുള്ളത്. കാരണം ആ ഒരു ഫോക്കസ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എല്ലാവരെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം, കേറ്റർ ചെയ്യാൻ പറ്റണം. സോ അവർക്ക് ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക. അല്ല ഞാൻ ഇത്രയത്തിന് ഇത് ചെയ്യൂ എന്ന് പറയാറില്ല. നമ്മൾ പല ഓപ്ഷൻസ് അവർക്ക് കൊടുക്കും, അതിന് അവർക്ക് സെലക്ട് ചെയ്യുക. സോ ദാറ്റ് അവർക്കും നമുക്ക് വരുന്ന ആരെയും നമുക്ക് നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്ര. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാർ വാങ്ങിക്കുമ്പോൾ എയർ ബാഗ് ഉള്ള കാർ വാങ്ങിക്കാൻ ഞാൻ തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ബാഗ് ഉള്ള കാറിൽ ഞാൻ സഞ്ചരിച്ചാൽ എൻ്റെ റിസ്ക് കുറയും എന്ന് പറയുന്ന പോലെയാണ് വീട് വെക്കുമ്പോൾ
ഡെഫിനറ്റ്ലി വീട് വെക്കുന്നതിന് ഒരു ആർക്കിടെക്റ്റിന്റെ അസോസിയേഷനോട് കൂടി ആ വീട് നിർമ്മിച്ചാൽ 100% അതിന്റെ റിസ്ക്. അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചിന്തിക്കും, ആ ആർക്കിടെക്ട് ഇന്ന് ഫീസ് ചെയ്യുക. അതിലല്ല കാര്യം. ഇപ്പം ഈ പറഞ്ഞ പോയിന്റിൽ തന്നെ ഓരോരുത്തരുടെ ഇൻവോൾവ്മെന്റും അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വീട് നിർമ്മിക്കുന്നതിന് ഒരു ആർക്കിടെക്റ്റിന്റെ ഇൻവോൾവ്മെന്റ്. ഈ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഒരു ദിവസം പൊട്ടി മുളയ്ക്കുന്നൊന്നുമല്ല. 5 വർഷം പാതിരാത്രിയിലും പകലും എല്ലാം കുത്തിയിരുന്ന് ഡ്രോയിങ് ചെയ്ത്. പണ്ട് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ്സ് എല്ലാം ആർക്കിടെക്ട്സാണ്. അമ്മ രാത്രി ഉറങ്ങത്തില്ല, ഫുള്ള് പഠിത്തം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ വരച്ച് കൂട്ടി അങ്ങനെ കിട്ടുന്ന ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് ആണ് ഒരു ആർക്കിടെക്ട്. കാരണം നമ്മൾ ഇപ്പം ഏതൊരു ആർക്കിടെക്റ്റ് ആയാലും അവർ ചെയ്യുന്ന ഓരോന്നും പുതിയതാവണം, യുണീക്ക് ആവണം എന്ന് ചിന്തിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ല ഓഫീസിൽ പറയുകയാണെങ്കിൽ ഒരു 80% പ്രൊജക്ട്സ് ചിലപ്പോൾ 4 അല്ലെങ്കിൽ 5 ബെഡ്റൂം പ്രൊജക്ട്സ് ആയിരിക്കും. ഇതെല്ലാം ഡിഫറെൻറ്റ് ഐഡിയയിൽ ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റിലും സൈറ്റ് ഫീച്ചേഴ്സ് അനുസരിച്ചും പ്ലസ് നമ്മുടെ ഒരു യുണീക്നെസ്സിലും വേണമല്ലോ പുറത്തോട്ട് വരാൻ. അപ്പോൾ അതിന് നമ്മൾ മാറി യുണീക്കായിട്ട് ചിന്തിച്ചാൽ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫോർട്ട് ആക്ച്വലി. ഇതിൽ സത്യത്തിൽ പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ്, അതായത് ഒരു ലൈഫാണ്, ഒരു രസമുള്ള ഫാമിലിയുടെ മൂവ്മെൻ്റാണ് ഒരു വീടെന്ന് പറയുന്നത്. ഒരു വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് ജീവൻ വേണം. ആ വീടിന് കാറ്റും വേണം, വെളിച്ചം വേണം, അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോസിറ്റിവിറ്റി വേണം, ആ ഒരു സന്തോഷം ആ വീട്ടിൽ താമസിച്ചാൽ അവർക്ക് ഉണ്ടാവണം. കാരണം പണ്ട് തൊട്ടേ എല്ലാവരും ചിന്തിക്കുന്നതാണ് നമുക്ക് റിസോർട്ടിൽ പോയാൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയാലേ ആ ഫീൽ കിട്ടത്തുള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യുന്ന വീട്ടിൽ തന്നെ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം പോലെ പ്ലാൻ ചെയ്യണം. അത് പക്ഷേ പലരും ചിന്തിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 50 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ 50 ലക്ഷം രൂപയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയ വീട് വെക്കാം. ഉറപ്പായിട്ട് ചെയ്യാം അല്ലേ? ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, കുറച്ച് കാര്യങ്ങൾ ആ ആള് കോംപ്രമൈസ് ചെയ്യണം. ഇപ്പം വാച്ച് സമയം നോക്കാൻ ടൈമെക്സയിലും പറ്റും, റാഡോയിലും പറ്റും. എനിക്ക് റാഡോയുടെ ഫെസിലിറ്റി വേണം, ടൈമെക്സ് എൻ്റെ കയ്യിലുള്ള പ്രാപ്തി ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും. അതെ, ആ ഒരു കണ്ടീഷൻ നോക്കണം. അതായത് നമ്മൾ ക്ലയൻറ്റും ആർക്കിടെക്റ്റും കൂടെ അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, നമുക്ക് എവിടെ അത് കോസ്റ്റ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള. അപ്പോൾ ഒരുമിച്ച് നമ്മളത് ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ എല്ലാ സെഗ്മെൻറ്റ്സും ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഈ ക്വാളിറ്റിയുള്ള സാധനം മാത്രം വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ മാക്സിമം ഇപ്പം ബ്രാൻഡഡ് സാധനം, ഇപ്പം ഇത് കജാരയുടെ സ്റ്റുഡിയോ ആണ്, സൊമാനി ഉണ്ട്, അങ്ങനെ ഓരോ ടൈൽസിന്റെ സെഗ്മെന്റ്സ് വരുമ്പോൾ റോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, അങ്ങനെ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഇലക്ട്രിക്കൽസിലേക്ക് പോയ ഹാവൽസ്, അങ്ങനെ ആ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉള്ള. ഇതിനകത്ത് ഒരു കൊട്ടേഷൻ കൊണ്ടുവന്നിട്ട് ആ കൊട്ടേഷനകത്ത് റേറ്റ് ഇട്ടിട്ട് ആ കൊട്ടേഷൻ്റെ റേറ്റ് 10 എടുത്ത് ചോദിച്ച് ആ കൊട്ടേഷൻ എവിടെയാണോ റേറ്റ് പറയുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ ഞങ്ങളുടെ ബിൽഡിംഗ് മെറ്റീരിയൽ, ഞങ്ങൾ 41 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ സ്റ്റാഫിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്തിക്കലായിട്ട് മാത്രമേ ബിസിനസ് ചെയ്യൂ, നമുക്കാരും പറ്റിക്കണ്ട. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനൊരു ചെറിയൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഒരു കൊട്ടേഷൻ വന്നാൽ ആ കൊട്ടേഷനകത്ത് ഇപ്പം 55,000 രൂപയാണ് റേറ്റെങ്കിൽ ഈ ആളിന് ഇതിൽ എഴുതിയേക്കുന്ന ഐറ്റങ്ങളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഒരു ഇലക്ട്രീഷ്യൻ എഴുതി കൊടുക്കുന്നില്ല, കോൺട്രാക്ട് എഴുതി കൊടുക്കുന്ന, വെളിയിൽ പോയിട്ട് റേറ്റ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ഐറ്റങ്ങളിനകത്ത് ഇപ്പോൾ ഒരു 30 ഐറ്റത്തിനായിരിക്കും ഈ 55,000 രൂപ വരുന്നതെങ്കിൽ ഈ 30 ഐറ്റത്തിനകത്ത് ഓരോ പീസും ഇപ്പം 5 പീസ് 6 പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറച്ച് കഴിയുമ്പോൾ വാല്യൂ കുറയും. അതെ, വേറെ മനസ്സിലായോ? ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇന്ന് മാർക്കറ്റിൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് ഞങ്ങളെപ്പോലെയുള്ള വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന വീട് നിർമ്മിക്കുന്ന സമയത്ത് ഞാനൊരു 1,800 രൂപയ്ക്ക് വീട് വെച്ച് തരാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ, അയാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആവശ്യം നിർണ്ണയിച്ച് വീട് വെച്ച് കഴിയുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ അയാൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തേ മാർഗമുള്ളൂ. അതാണ് പലയിടത്തും നടക്കുന്ന കുഴപ്പം. വർക്ക് മുമ്പോട്ട് പോകുന്നു, നഷ്ടം ആണെന്ന് കാണുമ്പോൾ അവർ പലയിടത്തും കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ക്ലയൻറ്റിൻ്റെ വ്യക്തി ഇത് അറിയത്തില്ല. അപ്പം നമ്മൾ ഒരു ആർക്കിടെക്റ്റായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കോംപ്രമൈസേഷൻ അവിടെ ഒരിക്കലും നടക്കില്ല. കാരണം അതിനാണ് നമ്മുടെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ്റെ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം ഉള്ളത്. ഇത് പ്രകാരം എല്ലാ സ്റ്റേജിലും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മുടെ സൈഡിൽ നിന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് ഈ അവരുമായിട്ടുള്ള കോൺവെർസേഷനും എല്ലാം നടത്തി മുമ്പോട്ട് വർക്ക് കൊണ്ടുപോകുന്നത് ആർക്കിടെക്റ്റ് ആയിരിക്കും. കാരണം ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയുന്ന ഒരു കാര്യം, കോൺട്രാക്ടറിനായിട്ട് ഒരു ഡിസിഷൻ സൈറ്റിലെടുക്കാൻ പറ്റില്ല. ക്ലയൻറ്റും ആർക്കിടെക്റ്റും അറിയാതെ ഒരു ചേഞ്ചസോ ഒരു മെറ്റീരിയലോ ഒരു വർക്കിലോ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാലും ഡിസ്കസ് ചെയ്ത് ക്ലാരിറ്റി ചെയ്യും. ഓൾറെഡി ആർക്കിടെക്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കേസ് ഇതെല്ലാം ലോക്ക്ഡ് ആണ് എക്സാക്ട് സിസ്റ്റം. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കാൻ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ആയി അറിയാൻ യാതൊരു മാർഗവും ഒരു പ്രശ്നവുമില്ല.
ഇതെല്ലാം നമുക്ക് ഇപ്പം വിരൽത്തുമ്പിലുണ്ട്. എല്ലാം വിരൽത്തുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം, എൻ്റെ ഒരു ഇത്ര നാളത്തെ എക്സ്പീരിയൻസിന് ഞാൻ പറയുകയാണ്, ഏത് പ്രൊഡക്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ചരിത്രം പഠിച്ചിട്ട് അത് എടുക്കുക. അവൻ ഏത് കമ്പനിയിൽ നിന്ന് വരുന്നു, ആ കമ്പനിയുടെ ലെഗസി എന്താണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൈൽസിൽ വരുന്ന സൊമാനി, കജാരിയ അങ്ങനെയൊക്കെ പറയുന്ന ബ്രാൻഡുകൾ, ടൈലിൽ ഏതാണോ വന്നിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പ്രൊഡക്റ്റ്, അതിനൊരു ഒരു ഗ്യാരണ്ടി, ലെഗസി ഉണ്ടല്ലോ. ആ ഒരു സംഭവത്തെ പറ്റി പഠിക്കുക എന്ന് പറയുന്ന പോലെ ഒരു വർക്ക് ഏൽപ്പിക്കുന്ന ആർക്കിടെക്ട് എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആയ ആളാണ്, അയാളുടെ എക്സ്പീരിയൻസ് എന്താണ്, അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അയാളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അത് സക്സസ് ആവുക. കാരണം ഈ ആർക്കിടെക്റ്റിന് പറയുന്ന ഒരാളായിരിക്കും ഇപ്പോൾ ഇലക്ട്രീഷ്യനോട് ഇപ്പോൾ ഇലക്ട്രിക്കൽ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി ചെയ്യും. പക്ഷേ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന രീതി കൊണ്ട് ഇൻറ്റീരിയർ ഡിസൈൻ. അപ്പം ആദ്യം തൊട്ടേ ഓരോ റൂമിലും എവിടെ സ്വിച്ച് ബോർഡ് വരണം, എന്ത് ഹൈറ്റിൽ വരണം, എവിടെ പ്ലഗ് പോയിന്റ് വേണം, എത്ര സ്വിച്ചസ് ഓരോരുത്തും വരണം, പ്ലംബിംഗ് വരുമ്പോൾ എങ്ങനെയാണ് പ്ലംബിംഗ് പോയിന്റ് എത്ര ഡിസ്റ്റൻസിൽ ഇടണം, അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷന്, ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ, ടൈൽ. ഇപ്പോൾ എല്ലാ ക്ലയൻറ്റിനോടും ഞാൻ പറയുന്ന ഒരു കാര്യം, ടൈൽ ഇടുന്നതിന് നമുക്കൊരു ഡിസൈനുണ്ട്. ശരിക്കും ഏതൊരു പ്രൊജക്റ്റിനും ഫൈനൽ ഒരു ഔട്ട്പുട്ട്, ആ ഒരു ഫൈനൽ ഫിനിഷ് കിട്ടുന്നത് മെയിൻ ഒരു ഘടകം ടൈലിംഗ് തന്നെയാണ്. ആ ടൈല് മുറിച്ചിടുന്നതിന് ഒരു ഡിസൈനുണ്ട്, ആ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ അതിനൊരു ഡ്രോയിങ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ അത് പലരും ചിന്തിക്കുന്നില്ല. ടൈൽ വർക്കറെ വിളിക്കുന്നു, അവർ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഒരു സാധനം ചെയ്തിട്ട് പോകുന്നു. ഇലക്ട്രീഷ്യനെ വിളിക്കുന്നു, ഇലക്ട്രീഷ്യൻ പുള്ളിയുടെ ഒരു യുക്തിക്ക് പുള്ളി ചെയ്തിട്ട് പോകുന്നു. പ്ലംബർ വരുന്നു, പ്ലംബറിൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തിട്ട് പോകുന്നു. ആശാരി വരുന്നു, ആശാരിയുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് പോകുന്നു. ഇത് മാറി ആർക്കിടെക്റ്റിലോട്ട് വരുമ്പോൾ ഇതെല്ലാം വൺ പോയിന്റിൽ കൺട്രോൾഡാണ്. സോ എല്ലാ കാര്യവും ക്ലയൻറ്റിന് വേണ്ട രീതിയിൽ പ്ലംബിംഗ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും ടൈലിംഗ് ആയാലും അതിൻ്റെ അകത്തെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊണ്ടുവരാനായിരിക്കും ഒരു ആർക്കിടെക്റ്റ് ഫോക്കസ് ചെയ്യുക. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇപ്പം റോൺസൺ ഇപ്പം എത്ര വർക്ക് ലൈവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ഇപ്പം ബൈ ഗോഡ്സ് ഗ്രേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു 130+ പ്രൊജക്ട്സ് കേരളത്തിലും പുറത്തുമായിട്ട് ഓൺഗോയിങ് ആണ്. ഡിസൈനിങ് മാത്രം, നമ്മൾ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടേഷനും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ റോൺസന്റെ ഫേമിന്റെ പേരെന്താ? ഗ്യാഗിൾ ആർക്കിടെക്ട്സ്. എന്ത് ഗ്യാഗിൾ? നമ്മളൊരു കൂട്ടം ഓഫ് ആൾക്കാർ, അത്ര തന്നെ. കാരണം ആർക്കും പ്ലഗ് ഇൻ ചെയ്യാം എന്നുള്ള ലോജിക്കാണ്. അത് ഒരു വ്യക്തിയിലല്ല, കൂട്ടായ്മയിലാണ് കാര്യം. അപ്പോൾ അത് കൂട്ടായ്മ ഇനി ഒരുപാട് സക്സസ് റേറ്റിംഗിലോട്ട് പോകട്ടെ. താങ്ക് യു. ശരിക്കും ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് ആലോചിച്ചു. കാരണം ആൾക്കാർക്ക് ഒരു വേഗ ഐഡിയ ആണ്, ചുമ്മാ വിളിച്ചിട്ട് അങ്ങ് ചോദിക്കുക. മനസ്സിലായി. അല്ല, നമ്മൾ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ച പോലെ തന്നെ ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പറയുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് പ്രോജക്റ്റ് തീരുമ്പോഴും അപ്പോഴാണ് ആ ഒരു ക്ലയൻറ്റ് അറിയാവൂ ഇത്രയും ഈ ഒരു ആളുള്ളത് കൊണ്ട് നമുക്കിത് നടന്നു. മറ്റിടത്ത് പറയുക ക്ലയൻറ്റിനെ അഡ്വൈസ് ചെയ്യാൻ ആരുമില്ല. ഒരാൾ അപ്പുറത്ത് ശരിയെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആൾ തെറ്റെന്ന് പറയും. പക്ഷെ നമുക്ക് ആ ഫീൽഡിലുള്ളപ്പോൾ നമുക്ക് കറക്റ്റ് അഡ്വൈസ് കൊടുത്ത് ഓരോ സ്റ്റേജിൽ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഒരുപാട് നല്ല വർക്കുകളും പ്രൊജക്റ്റുകളും ഇനി ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് അടുത്ത 3 പ്രൊജക്റ്റ് ഉടനെ വരുന്നുണ്ട്. വീഡിയോ വിഷ്ണുവിജൻ ചാനൽ വരും, അടുത്ത കിടിൽ 3 വീഡിയോകൾ. അപ്പം ഒരുപാട് ഉയരങ്ങളിൽ പോട്ടെ, സക്സസ്ഫുൾ ആയിട്ട് പോട്ടെ. അപ്പം നമ്മളുടെ ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് നിർമ്മാണത്തിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന്, ഇതിനകത്ത് വേണ്ട രീതി ഒരു ആർക്കിടെക്റ്റിൻ്റെ അസോസിയേഷനോട് കൂടി ആ വീട് നിർമ്മിച്ചാൽ അതിൽ എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാൻ കഴിയുമെന്നും, ആ കോസ്റ്റ് കുറയ്ക്കാനുള്ള മാർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ആർക്കിടെക്റ്റ് ആണ് എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൺവേ ചെയ്യലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.